ജാതി ഭീകരവാദം. ഇദ്ദേഹത്തെ അറിയാമല്ലോ. വേടൻ കലയെ ജാതി പറയാനായി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. എങ്കിൽ നമുക്കിനി നെടുമങ്ങാട് നടന്ന ഒരു സംഭവത്തിലേക്ക് എത്താം. ബിന്ദു എന്ന ഒരു ദളിത് സ്ത്രീ 3 വർഷമായി വീട്ടുജോലി ചെയ്താണ് കുടുംബം അവർ പോറ്റുന്നത്. കഴിഞ്ഞ മാസം ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ ബിന്ദുവിന് ആഴ്ചയിൽ 3 ദിവസം ജോലിക്ക് അവസരം ലഭിച്ചു. ദിവസം 500 രൂപ ശമ്പളം. രാവിലെ 6:30 ഇറങ്ങുന്ന ബിന്ദു രാത്രിയിലെ വീട്ടിലെത്താറുള്ളൂ. 3 ദിവസത്തെ ജോലി കഴിഞ്ഞ് രാത്രി, അതായത് അവർ 2-3 വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്, രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവർക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഓമന ഡാനിയൽ പരാതി നൽകിയതിന്റെ പ്രകാരം വിളിക്കുകയാണെന്ന് അവിടുത്തെ SI പറഞ്ഞു. ബിന്ദു ഭയത്തോടെ പരാതിക്കാരിയുടെ മകളെ വിളിച്ചു. അപ്പോൾ മകള് പറഞ്ഞത് 3 ദിവസത്തെ ശമ്പളം നൽകാൻ വേണ്ടി വിളിച്ചതാണെന്ന്. കുറച്ച് സമാധാനമൊക്കെ ആയി അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവർ സ്റ്റേഷനിൽ കാലെടുത്ത് വെച്ചതും SI ചോദിച്ച ചോദ്യം എവിടെയാണ് മാല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കഥ മാറി. റൂമിൽ കൊണ്ടുപോയി ഡ്രസ് എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചിട്ട് പോലീസിന്റെ ഉപദ്രവവും അതുപോലെ തന്നെ അപമാനങ്ങളും എല്ലാം ബിന്ദുവിന് നേരിടേണ്ടി വന്നു. ഇവളെ ശരിക്കും ചോദ്യം ചെയ്താലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ യൂണിഫോം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ 2 വനിതാ കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. ഇവര് പലതവണ മാറിയും കയറിയും ചോദിച്ച ചോദ്യം മോഷ്ടിച്ച മാല എവിടെയെന്നാണ്. ബിന്ദു 1000 വട്ടം പറഞ്ഞു താൻ മാല മോഷ്ടിച്ചിട്ടില്ല, തന്റെ കയ്യിൽ മാലയില്ല എന്ന്. അതിനുശേഷം പോലീസ് മുറിയിൽ ഭീഷണി തുടങ്ങി. തന്റെ 2 പെൺമക്കളെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നുള്ളതായിരുന്നു ഭീഷണി. ഭീഷണിയുടെയും ഉപദ്രവങ്ങളുടെയും ഭാഗമായി ആ സ്ത്രീ താൻ മാല എടുത്തെന്ന് സമ്മതിച്ചു. അവിടെ നിന്ന് ആ സ്ത്രീയെയും കൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് എത്ര പരിശോധിച്ചിട്ടും മാല കിട്ടിയില്ല. തുടർന്ന് വീണ്ടും സ്റ്റേഷനിലേക്ക് പോയി. രാത്രി 9:30 മുതൽ രാവിലെ 3 വരെ ആ സ്ത്രീനെ ഉറക്കമില്ലാതെ സെല്ലിലാണ്. ബേസിക് മര്യാദകളായ വെള്ളമോ ഭക്ഷണമോ ഒന്നും അവർക്ക് കൊടുത്തില്ല. ആവശ്യപ്പെട്ടപ്പോൾ ബാത്റൂം ഉപയോഗിക്കാൻ അവസരം കൊടുത്തു. പക്ഷെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. രാത്രി 12-നാണ് FIR എഴുതിയത്. രാവിലെ 8:30 ഓമനയുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു. കാണാതെ പോയ മാല അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. പോലീസ് അപ്പൊ തന്നെ കേസ് ഒഴിവാക്കി. ബിന്ദുവിന് വീട്ടിൽ പോകാമെന്ന് SI പറഞ്ഞു. അതേ സമയത്ത് പരാതിക്കാരിയായ ഓമനയും മകളും അവിടെ ഉണ്ടായിരുന്നു. അവര് 3 ദിവസത്തെ കൂലി ബിന്ദുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് അവർ സ്വീകരിക്കുകയും ചെയ്തു. കാരണം അത് അവർ പണിയെടുത്ത തുകയായിരുന്നു. ഇവിടെ വേടന്റെ ജാതീയത അല്ലെങ്കിൽ ജാതി പറയുന്നത് ഗൂഢതന്ത്രമാണ് എന്ന് പറയുന്നവർക്കുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഒരു ദളിത് സ്ത്രീക്കെതിരെ പരാതി വന്നപ്പോൾ അന്വേഷണമില്ലാതെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചു? ഇത് ശരിക്കും ഒരു മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യമല്ലേ? നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളല്ലേ ബിന്ദുവിന് നിഷേധിക്കപ്പെട്ടത്? ഇത് ഇങ്ങനൊരു പരാതി ജാതിയിൽ താഴ്ന്ന നിറത്തിൽ കുറഞ്ഞ ഒരാൾക്ക് വന്നതുകൊണ്ട് അതിന് അന്വേഷണം വേണ്ടെന്നാണ്. അവരുടെ നെറ്റിക്ക് കള്ളൻ എന്നുള്ള പേര് എഴുതിയൊട്ടിക്കാൻ ഈ പറഞ്ഞ ജാതിയും നിറവും ഒക്കെ മതിയോ? വേടന്റെ അമ്പുകൾ ക്രിസ്ത്യസ്ഥാനത്ത് തറയ്ക്കുന്നു എന്നതിന്റെ സാക്ഷിപത്രമാണ് പ്രാസംഗികന്റെ പ്രസംഗത്തിന് ആധാരം. ബെന്യാമിൻ എഴുതിയ ഒരു വരിയുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് പലപ്പോഴും കെട്ടുകഥകളായി തോന്നുമെന്ന്. ഇങ്ങനെ അനുഭവിക്കാത്ത ജീവിതങ്ങളുമായി സ്റ്റേജിൽ കയറുന്നവർക്ക് പലതും പറയാം. അനുഭവിക്കുന്നവർക്കേ അതിന്റെ വേദന അറിയാൻ സാധിക്കുള്ളൂ.